അതുകൊണ്ട് ബെറ്റർ ഇപ്പോൾ പോകുമ്പോൾ തന്നെ വാങ്ങിയിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് റോഡ് കാര്യങ്ങളൊക്കെ അറിയില്ല കേട്ടോ. ഞാൻ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഹോമിലേക്ക് പോയാൽ വത്തക്ക ഉണ്ടാക്കാൻ പോയതാണോ വാങ്ങാൻ പോയതാണോ അറിയില്ല. ഇവിടെ ഞാൻ ഇന്നിട്ട് ഒരു അരമണിക്കൂറായി, 11:30 പള്ളി പോകാൻ ടൈമായി. കറമ്പ് ജ്യൂസ് വാങ്ങിക്കഴിഞ്ഞിട്ടാ. കറമ്പ് ജ്യൂസ് ഭയങ്കര നല്ലതാണ്. പോവാം വീട്ടിലേക്ക്. ആറ് ഡ്രസ്സ് വേണേ തപ്പ, ബോയ്സിൻ്റെ ഡ്രസ്സ്. എനിക്ക് വേറെ അവർ സെലക്ഷൻ ഒന്നും അറിയില്ല. ഇതിലാണെങ്കിൽ കണ്ടിട്ട് ഞാൻ തന്നെ ഇമാജിൻ ചെയ്യോ സൂപ്പറാണെന്നുള്ളത്. അപ്പം ഞങ്ങൾ റെഡിയായി. താക്കോലോ താക്കോലോടുണ്ട്. ഇത് കൂടെ ഉണ്ടോ? ഇത് ഗാഡി ഇരിക്കിത്ത ഇവിടെ ഉണ്ടോ? ಅವತ್ರ ತಾಕೊಳ್ಳಿದ ಕೀ ಎಕ್ಸ್ಚೇಂಜ್ ചെയ്യാൻ ആയിരത്തി വേണ്ടേ. ഇത് അവത്ര തീക്കൊല്ലിത ഇവിടെ ഗാഡിയാ. ഓക്കെ. അപ്പം നമ്മൾ വണ്ടിയായിട്ട് പോകുന്നട്ടാ. എന്താ ലൈസൻസിಗೆ അപ്ലൈ ചെയ്തു. ഇന്ന് വണ്ടിയായിട്ട് അൽഹംദുലില്ലാ ഇൻഷാല്ലാ പോകുന്നു. ഞാൻ വിചാരിക്കുന്ന പൈസ എടുത്തിട്ട് ആദ്യം നമ്മൾ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാമെന്ന്, UK കിഡ്സിൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോവാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്താ അറിയോ, ഉച്ചയ്ക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ പിന്നെ അപ്പോഴേക്ക് നമ്മൾ മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് 2 മണിക്ക് ഉച്ചയ്ക്ക് വന്നാൽ ഇവിടെ കുട്ടികൾ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ബെറ്റർ ഇപ്പോൾ പോകുമ്പോൾ തന്നെ വാങ്ങിയിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ വാങ്ങുന്നത് നല്ലതാണ്. നമുക്ക് അങ്ങനെ ചെയ്യാം പ്ലാൻ. അതാണ് ബെസ്റ്റ്. ടൈം വേസ്റ്റ് ആവില്ല കേട്ടോ. ഫസ്റ്റ് പരിപാടിയാണ് നമ്മൾ വണ്ടിയിലത്തെ കവർ. വണ്ടിയിലത്തെ ഡസ്റ്റൊക്കെ ആയിട്ടുള്ളത് അതാണ്. വണ്ടി കവറിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കാറിൻ്റെ മുകളിലായിരിക്കും. അപ്പം കവർ ഇട്ടാലാണ് സേഫ്. ഇത് ഇതിനിപ്പിച്ചിട്ട് കൊണ്ടിട്ട് നമുക്ക് എന്താക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്ലീസ് കവറ് 2 വാങ്ങേണ്ടി വരും. ഒരു ദിവസം പോലും ഇവിടെ നിപ്പിച്ചാലുണ്ടല്ലോ, പിറ്റേ ദിവസം അതായിരിക്കും അവസ്ഥ. വണ്ടിൻ്റെ കവറ് ഫുള്ള് കാക്ക പിട പാത്രത്തിൻ്റെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഞാനിവിടെ ലോക്കെടുത്തു. അപ്പോൾ ഞാൻ ഡിക്കിൻ്റെ ബാക്കിൽ എന്നിട്ട് ഡിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. പിന്നെ കാലിരിക്കുക. കാലിരുന്ന ശേഷം ഒന്ന് കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ സ്റ്റാർട്ട് ആവുന്നില്ലേ? ഓക്കെ, കാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലൊന്ന് ചാർജ് വയ്ക്കും. മൊബൈൽ ചാർജ് വെച്ചിട്ട് എയർപ്ലേ കണക്ട് ചെയ്തിട്ട് കുറച്ച് നേരം സർവീസ് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു 28 days. ഇതിൽ തന്നെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. 28 days ഉണ്ടെന്ന്. അപ്പോൾ സർവീസൊക്കെ ആവക്കാണ്. പെട്രോൾ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. അപ്പോൾ എൻ്റെ പരിപാടി ചാർജ് വെച്ചു. ഇപ്പോഴേക്കാണ് ഞാനിവിടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് റോഡ് കാര്യങ്ങളൊക്കെ അറിയില്ല കേട്ടോ. ഞാൻ എന്താക്കും, ഇതിലാണ് കേട്ടോ റോഡ് കാര്യങ്ങളൊക്കെ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഹോമിലേക്ക് പോയാൽ ഐഫോൺ കണക്റ്റാണ്. ഇപ്പോൾ ആയി ഇവിടെ എന്തായി ആയതാ മാപ്പ് കണക്റ്റ് ആയിട്ടാ. അപ്പം നമ്മളിവിടെ ഇൻഷാല്ലാ അല്ല റിവേഴ്സ് ഗിയർ എടുക്കണം. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഡ്രസ്സ് വാങ്ങണം. അതായത് കൊറിയൻ ഡ്രസ്സാണ്. എല്ലാവരും ഇപ്പോൾ ഈ പ്രാവശ്യം എല്ലാവരും ട്രെൻഡാകുമ്പോൾ നോർമലായിട്ട് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങലും ഒരു സങ്കടമായിരിക്കും. അപ്പോൾ കുട്ടികളെ ഡ്രസ്സ് വാങ്ങാൻ എന്താണ് കൂട്ടി വരാത്തതെന്ന് വെച്ചാൽ അവർ അളവ് കാര്യങ്ങളൊക്കെ എനിക്കറിയാണ്.
അറിയാം. ഞാൻ കുട്ടികൾ കൂടുതലായിട്ട് ഡ്രസ്സ് വാങ്ങുമ്പോൾ കൂട്ടി വരില്ല. കാരണം അവിടെ വലിക്കുക ഇവിടെ വലിക്കുക പറഞ്ഞതൊന്നും കേൾക്കാത്തത് കൊണ്ടിട്ട് ആരും ഒന്നും പറയിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ കുട്ടികളൊന്നും കൂട്ടി വരാത്തത്. പിന്നെ അവർ കൂട്ടിപ്പോകും, ഡിമാർട്ടിലേക്കൊക്കെ കൂട്ടിപ്പോകും. പിന്നെ എനിക്ക് പിന്നെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഫുള്ള് സ്ട്രെസ്സായി പോകും. പിന്നെ കാറിൽ രണ്ടാളായിട്ട് അടിയും ഗിടിയും എല്ലാം ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ സാവകാശം ഒന്ന് ഡ്രൈവിങ് ചെയ്തിട്ട് സാവകാശം കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വരാം. കുട്ടികൾക്കൊക്കെ വാങ്ങിയ ശേഷമാണ് ഞാൻ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കുട്ടികൾക്കാണ് വാങ്ങുന്നത്, പിന്നെ ഉമ്മ വാങ്ങും, പിന്നെ ഞാനാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കുട്ടികളെ സെലക്ഷൻ ഉണ്ടാവില്ല. കുട്ടികൾക്കായ ഓരോ പ്രത്യേകമായ ഓരോ ഡ്രസ്സസ് ഉണ്ടാവും. ഓൾഡ് ജനറേഷനിലൊക്കെ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, നോർമൽ ഡ്രസ്സൊക്കെ. ഇപ്പോൾ കുട്ടികളായിട്ട് കൂടുതലായിട്ട് ക്രേസ് ഉള്ളത് കൊറിയൻ ഡ്രസ്സ്, ലൂസ് ടീഷർട്ട്, ലൂസ് പാൻറ്റ്, ഭംഗി പാൻറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ്. ഇപ്പോൾ ബോയ്സ് തന്നെ സ്റ്റൈലിഷ് ഡ്രസ്സ് വന്നിട്ടുണ്ട്. മുമ്പൊക്കെ ഗേൾസുകായിരുന്നു ഒരുപാട് സ്റ്റൈലിഷ് ആയ ഡ്രസ്സൊക്കെ. അങ്ങനെ നമ്മൾ വിചാരിച്ചു. സോ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ 2025 ഒരു ബസ് വരുന്നുണ്ട്, അവിടെ നിൽപ്പിച്ചു. 2025 മോൾക്ക് കൊറിയൻ ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് അവൻ്റെ ബർത്ത്ഡേക്ക്. ആ സമയത്ത് അത് ഭയങ്കര രസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അതാണ് അവർ ആൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര ചീപ്പിലാണ് വാങ്ങുന്നത്. കാരണം ഒരു 2000-1000 എല്ലാം ഉണ്ടെങ്കിൽ ബോയ്സിൻ്റെ ഡ്രസ്സ് തീർന്നു. ഗേൾസിനാണ് ഇപ്പോൾ പ്രോബ്ലം. ബട്ട് ഇപ്പം നോക്കുമ്പോൾ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ ഭയങ്കര കുറവിലാണ് കിട്ടുന്നത്. ബോയ്സിൻ്റെ ഡ്രസ്സാണ് ഭയങ്കര കൂടുതൽ റേറ്റ്. പിന്നെ ഷൂസ് അങ്ങനെ തന്നെ. ഷൂസ് ഞാനിപ്പോൾ ചെറിയ മോൾക്ക് വാങ്ങാറില്ല. അവർക്ക് 4-5 ഷൂസ് ഓൾറെഡി ഉണ്ട്. ലെഗ് വെൽതായിക്കൊണ്ട് വരാണ്. ഒരു പുതിയ ഷൂ എൻ്റെ അനിയൻ മിഞ്ഞാന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യൻ്റെ വലിയ മോനക്കാണെങ്കിൽ 2 ഷൂ ഉള്ളത്. അത് ഓൾറെഡി അവൻ്റെ കാല് വലുതായിക്കൊണ്ട് വരുമ്പോൾ അത് ചെറുതായിപ്പോയി. അപ്പോൾ അവനക്ക് മാത്രം വാങ്ങാം. പിന്നെ അവൻ്റെ ഷൂ ഒക്കെ, വലിയ മോൻ്റെ ഷൂ ഒക്കെ ചെറിയ മോനക്ക് പറ്റും. അതുകൊണ്ട് വെറുതെ ഒരാൾക്ക് വാങ്ങിയാൽ മതി, വെറുതെ പൈസ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓൾറെഡി പറഞ്ഞാലും മുയിസിക്ക് പുതിയ ഷൂ വാങ്ങിയത് തന്നെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്നെ ശരിയാക്കാമെന്ന്. അങ്ങനെ ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഓപ്പൺ ആവുന്നു. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ ഓരോ പ്രൊമോഷൻ കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങാം. അവിടെ ഒരു നല്ല നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി മോഡലായ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്നത്, ഞാൻ എന്ത് ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ സൈസ് ചെയ്തിട്ട് ആൾട്രേഷൻ ചെയ്തിട്ടൊക്കെ തരുന്ന ഒരാളാണത്. അപ്പോൾ എനിക്ക് അവളുടെ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന പറയുമ്പോൾ ഒരു പ്രൗഡാണ്. കാരണം എനിക്ക് എൻ്റെ ബോഡിക്ക് പറ്റിയ ഒരു ഡ്രസ്സാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എല്ലായിടത്തെ ഡ്രസ്സിലും ഞാൻ ഇഷ്ടപ്പെട്ട സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇട്ടത്. പിന്നെ ഞാൻ ഒരുപാട് കോസ്റ്റ്ലി ഡ്രസ്സൊന്നും ഇടാറില്ല. നോർമൽ പ്രൈസുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പം ഇത് കണ്ടില്ലേ ഞാൻ നിൽക്കുന്നത്. ഉമ്മ ജ്യൂസ് വത്തക്ക ഉണ്ടാക്കാൻ പോയതാണോ വാങ്ങാൻ പോയതാണോ അറിയില്ല. ഇവിടെ ഞാൻ ഇന്നിട്ടൊരു അരമണിക്കൂറായപ്പോൾ ഞാൻ ബോറടിച്ചിട്ടാണ് നിങ്ങളുടെ ഇന്ന് വീഡിയോ ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, എനിവേ ഇന്ന് നമുക്ക് ഒരു ട്രിപ്പ് പോകണം. 11:30 പള്ളി പോകാൻ ടൈമായി. ഓരോരോ സ്ഥലത്തിൽ 1.5 മണിക്കൂർ ചെയ്ത് എന്താ ചെയ്യുക? 1.5 മണിക്കൂറായാലോ നോക്കൂ. അതാണ് ബുദ്ധിമുട്ട് എനിക്ക്. പാവം കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ ചെക്കന്. അപ്പോൾ ഇവിടെ വീണ്ടും ഉമ്മ വത്തക്ക വാങ്ങിയിട്ടാണ്. ഉമ്മക്ക് ഈ വത്തക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റേ ഗ്രീൻ്റെ കാണ്ടി ഈ വത്തക്കാണ് ഉമ്മക്ക് ഇഷ്ടം. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് വത്തക്ക ഉണ്ടെങ്കിലാണ് കുറച്ച് നല്ലത്. പിന്നെ അണാറ്, വത്തക്ക, ഓറഞ്ച് അതൊക്കെയാണ് പോകുന്നത്. കാരണം ഭയങ്കര ചൂടാൻ കഴിയുന്നത് ഇവിടെ. എന്തായാലും നമുക്ക് ഇന്ന് ഡ്രസ്സ് ഷോപ്പിൽ പോയിട്ട് കാണാം. ഡ്രസ്സിൻ്റെ അവിടുത്തെ പരിപാടി എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. കിട്ടുന്നില്ല, അപ്പോൾ പാർക്കിംഗ് ഇട്ടിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ UK കിട്ട് ബദൽ എവിടെ തപ്പണം ഡയറക്ഷൻ. എവിടുണ്ട്? വേഗം തപ്പുന്ന പറഞ്ഞാൽ എൻ്റെ കാർ ഇവിടെ ഉണ്ടോ? ഡൽഹി ബോയ്സ് പാരഡൈസ് മോൾ. കാർ അവിടെയാണ്. ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. UK കിഡ് ഇവിടെ തപ്പാൻ തന്നെ. UK കിഡ് ഷോപ്പ് എവിടെ ഉണ്ട്? UK കിഡ് ഷോപ്പ് മുന്നാണ്ട് ഓപ്പൺ ആയിട്ടല്ലേ? ಡ್ರೆಸ್ ಮಕ್ಕಳ ಡ್ರೆಸ್ ಇದಲ್ಲ, ಇದು ಬೇರೆ.
ಯು ಕೆ ಕಿಡ್ ಅಂತ ಹಾಂ ಉಡುಮೆಗೆ ಸ್ವಲ್ಪ ನೋಕೋಣ ಹಾಂ ಓಕೆ ഫൈനലി കിട്ടി കേട്ടോ ഫൈനലി ഷോപ്പ് കിട്ടി മോളിലാണ് നോക്കാം ഡ്രസ്സിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഈ ബോയ്സിൻ്റെ ഡ്രസ്സൊക്കെ തപ്പാൻ ഭയങ്കര പാടാണ് കേട്ടോ ആരുടെ ഡ്രസ്സ് വേണേൽ തപ്പ ബോയ്സിൻ്റെ ഡ്രസ്സ് എനിക്ക് വേറെ അവർ സെലക്ഷനൊന്നും അറിയില്ല ഇതിലാണെങ്കിൽ ഒക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഇമാജിൻ ചെയ്യോ സൂപ്പറാണെന്നുള്ളത് നോക്കാം നോക്കാം ഇതെത്ര കോസ്റ്റ് കോസ്റ്റ് എത്ര 2245 ഉണ്ട് റെഡിയാക്കി തരാം നോക്കാം ഇതാവാം ഓപ്പൺ ഇടല്ലോ ഓക്കെ ഓപ്പൺ ഇടല്ലോ ഓക്കെ എന്നത്തെ കറുമ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേന്ദ്ര എന്തുക കറുമ്പ് ജ്യൂസ് എടുക്കാണ് എന്തൊക്കെ 25 ರೂಪಾಯಿ എന്തൊക്കെ 25 കറുമ്പ് ജ്യൂസ്ക്ക് വന്നിട്ട് കറുമ്പ് ജ്യൂസ് അതുപോലെ ഹെൽത്തിയാണ് നോമ്പ് തുറക്കുമ്പോൾ നല്ല രസമാണ് കറുമ്പ് ജ്യൂസ് 4 പാർസലാണ് ഞാൻ ഇന്നലെ വേറെ നാച്ചുറൽ വൈറ്റ് ലൈനിൻ്റെ ബാക്കിൽ വന്നിട്ട് വണ്ടി ഞാൻ സൈഡാക്കാം അങ്ങനെ വയ്ക്കാൻ പാടില്ല വണ്ടി ഞാൻ ഒന്ന് സൈഡാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പോൾ ഇങ്ങനെ വൈറ്റ് ലൈനിൻ്റെ പുറത്ത് വരരുത് വണ്ടി കുറച്ച് സൈഡാക്കി ഇടാം ബുദ്ധിമുട്ടാണ് നോക്കട്ടെ സംഭവം സാധനം കിട്ടിയേട്ടാ അത് വൈറ്റ് ലൈൻസിൻ്റെ ഉള്ളിൽ വന്ന് പാർക്കിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ കറുമ്പ് ജ്യൂസ് വാങ്ങിക്കഴിഞ്ഞിട്ടാ കറുമ്പ് ജ്യൂസ് ഭയങ്കര നല്ലതാണ് ഐറണ് ആൻഡ് കാൽസ്യം ഒക്കെയുള്ള സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഫേവറേറ്റ് ആയിട്ട് വാങ്ങുന്നത് പിന്നെ വണ്ടിയുടെ കാര്യമില്ല വൈറ്റ് ലൈനിൻ്റെ പുറത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല ഇന്നലെ ഒരാൾ പറഞ്ഞിരുന്നു ഞാൻ കൂടുതലായിട്ട് റോഡ് സൈഡ് പാർക്ക് ചെയ്ത് പോയോണ്ടായിരുന്നു ഇപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അത് ഓരോരോ പഠിപ്പാണ് ഞങ്ങൾ പോകുമ്പോൾ പഠിക്കാൻ കിട്ടുന്നത് എനിവേ നമുക്ക് പോവാം വീട്ടിലേക്ക് വണ്ടി കവർ ഇട്ടിട്ടും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഡ്രസ്സ് കീ എല്ലാം എടുത്തിട്ട് ഡ്രസ്സ് കീ എല്ലാം ഇട്ട് നേരെ പോവാം വീട്ടിലേക്ക് അപ്പോൾ ഉമ്മ ഡ്രസ്സ് പിടിക്കാൻ പറഞ്ഞു ഞാൻ വത്തക്കം തേങ്ങ അമ്മ ബാ ഇതെന്തായി അറിയോ കട്ട്ലറ്റ്സാണ് കേട്ടോ കട്ട്ലറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ചീസ് കട്ട്ലറ്റാണ് ഇതുണ്ടാക്കിയത് പിന്നെ ഇവിടെ വത്തക്ക വെട്ടി വെച്ചിരിക്കണം കേട്ടോ വത്തക്ക ഓറഞ്ച് പിന്നെ പൈനാപ്പിൾ ഒന്ന് വെട്ടണം നമ്മൾ എല്ലാം അർജൻറ്റാണ് വരുമ്പോൾ ലേറ്റായല്ലോ
നാലെണ്ണം പോവാനുണ്ട് ഇൻഷാ അല്ലാ. നാളെ വേറെ സ്ഥലത്താണ്. ഇത് നമ്മളെ കട്ട്ലെറ്റ്, ചീസ് കട്ട്ലെറ്റ്. എൻ്റെ കാട്ടി ഇത് ഫേവറേറ്റാണ് കുട്ടികൾക്ക് കേട്ടോ. അപ്പം പിന്നെ ജ്യൂസായിട്ട് ഞാനിവിടെ വാങ്ങിയിട്ടുള്ള കറമ്പ് ജ്യൂസ് ഉണ്ട്, അതാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത്. പിന്നെ കണ്ടില്ലേ കട്ട്ലെറ്റ്.